Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കച്ചകെട്ടി കളരിയിലിറങ്ങിയ ഒരു കുടുംബമാണ് നെടുമ്പാശ്ശേരി മേക്കാടുള്ള ഷാൻ നിവാസിലേത്. കളരി ആചാര്യൻ കുഞ്ഞപ്പൻ ഗുരുക്കളും മകനും മരുമകളും പേരക്കുട്ടികളുമെല്ലാം കളരി അഭ്യാസികളാണ്. വടക്കൻ പാട്ട് സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന ENS കളരിയിലേക്ക് മൈൻഡ് ഓഫ് അങ്കമാലി നടത്തിയ ഒരു സഞ്ചാരം. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിനെ നെഞ്ചിലേറ്റുന്ന ഒരു കുടുംബമുണ്ട് നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ മേക്കാട് ഭായി റോഡിൽ. 18 അടവും പയറ്റി തെളിഞ്ഞ കളരി ആചാര്യൻ കുഞ്ഞപ്പൻ ഗുരുക്കൾ മേൽനോട്ടം വഹിക്കുന്ന ENS കളരി. ഗുരുക്കളുടെ മകൻ ഷാനും അദ്ദേഹത്തിന്റെ ഭാര്യ നീതു ഷാനുമാണ് ഇപ്പോൾ കളരി നടത്തിപ്പോകുന്നത്. ഇവരുടെ മക്കളായ ആദിശങ്കർ, ഗൗരി എന്നിവരും കളരി അഭ്യാസികളാണ്. കുട്ടികളും മുതിർന്നവരുമടക്കം 120ഓളം പേർ ENSൽ കളരി പരിശീലിക്കുന്നുണ്ട്. അച്ഛൻ അന്വേഷിച്ചപ്പോൾ ഒരു കളരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് കളരിക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എനിക്ക് വന്നപ്പോൾ കുറേ പേടി ഉണ്ടായിരുന്നു. പിന്നെ ആശാനും ആൻറ്റിയും ആ പേടി മാറ്റിയെടുത്തു. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. വാളും പരിചയം, കത്തി, ചുവട്, മേപ്പയറ്റ്, വടിവീശ്, വടിപ്പയറ്റ്, ചെറുവടി, അങ്ങനെയെല്ലാം ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് കോൺഫിഡൻസ് കൂടും, പിന്നെ എനർജി ഉണ്ടാവും. കഴിഞ്ഞ 26, 27 തീയതികളിൽ ഹൈദരാബാദിൽ നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ENS കളരിയിലെ കുട്ടികൾ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു. 5 കുട്ടികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ഇതിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ അതിഥി R നായർ വടിവീശ്, ചുവട്, മെയ്പ്പയറ്റ് എന്നിവയിൽ സ്വർണം നേടി. ഗംഗാ D നായർ, ടീഷ നായർ, ശ്രാവൺ S കുമാർ, അഭിനവ് വിനോദ് എന്നിവരും മെഡൽ നേട്ടം സ്വന്തമാക്കി. ENS കളരി മേക്കാട് ഇവിടെ നിന്നാണ് എല്ലാവരും പോയത്. ഹൈദരാബാദിലായിരുന്നു ഞങ്ങൾക്ക് മത്സരം. 27th 26th ആയിരുന്നു ഡേറ്റ്. ഞങ്ങൾ പങ്കെടുത്തത് മേപ്പയറ്റിനും ചുവടിനും വടിവീശിനുമാണ്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രൈസ് കിട്ടി. നാഷണൽ പോയപ്പോൾ എനിക്ക് 4 ഗോൾഡും ചാമ്പ്യൻഷിപ്പും കിട്ടി. ഇത്തവണ കേരളയ്ക്കാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയത്. പോയ എല്ലാവർക്കും പ്രൈസ് കിട്ടി. എനിക്ക് ചാമ്പ്യൻഷിപ്പും കിട്ടി. പിന്നെ ശ്രാവൺ പോയി, അഭിനവ് ചേട്ടൻ പോയി, ടീഷ പോയി, ഗംഗ പോയി, എല്ലാവർക്കും പ്രൈസ് കിട്ടി. ഗോൾഡ് കിട്ടി, സിൽവർ കിട്ടി, ബ്രോൺസും കിട്ടി. എൻ്റെ പേര് ശ്രാവൺ എന്നാണ്. ഞാൻ ENS കളരിയിലാണ് പഠിക്കണേ. ഞാൻ നാഷണലിൽ പോയി എനിക്ക് വടിവീശിന് ഒരു ഗോൾഡും മേപ്പയറ്റിന് ഒരു ഗോൾഡും കിട്ടി. പിന്നെ ചുവടി ഒരു ബ്രോൺസും കിട്ടി. ഫൈനലായിട്ട് ഒരു മത്സരം കൂടി ഉണ്ടായിരുന്നു. അതിൽ വടിവീശിന് എനിക്ക് സെക്കൻഡും കിട്ടി. തെക്കൻ വടക്കൻ ശൈലികൾ കൂടിച്ചേർന്ന വിധത്തിലുള്ള പരിശീലനമാണ് ENS കളരിയിൽ നടത്തിവരുന്നത്. കുഞ്ഞപ്പൻ ഗുരുക്കളുടെ കളരി ഗുരുവായിരുന്ന EN ശ്രീപതി എമ്പ്രാന്തിരിയുടെ സ്മരണയ്ക്കായാണ് പഠനശാലയ്ക്ക് ENS കളരി എന്ന പേര് നൽകിയത്. കേരളത്തിന്റെ അഭിമാനമായ കളരി എന്ന പരമ്പരാഗത ആയോധന കലയെ കുട്ടികളിലും എത്തിക്കുകയാണ് ENS കളരി ലക്ഷ്യമിടുന്നതെന്ന് കളരി ആശാൻ ഷാൻ പറയുന്നു. എൻ്റെ പേര് ഷാൻ. ഇത് ഈ സ്ഥാപനം കളരി ENS കളരി ആണ്. ENS കളരി മേക്കാട്. അതായത് ENS എന്നുള്ള പേര് EN ശ്രീപതി എമ്പ്രാന്തിരി ഗുരുക്കളുടെ പേരിലാണത്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കളരി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛനായിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. പിന്നെ അച്ഛൻ്റെ ഗുരുക്കളുടെ പേരാണ് EN ശ്രീപതി എമ്പ്രാന്തിരി ഗുരുക്കൾ. അപ്പോൾ ആ ഒരു പേരാണ് നമ്മൾ ENS കളരിയായിട്ട് ഇട്ടിരിക്കുന്നത്. ഇവിടെ പഠിപ്പിച്ചു വരുന്നതെന്ന് വെച്ചാൽ തെക്കനും വടക്കനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സിലബസാണ് നമ്മളിവിടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ കളരിപ്പയറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനത് ആയോധന കലയാണ്. അപ്പോൾ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കടമ കൂടി നമ്മളിവിടെ നിർവഹിക്കുന്നുണ്ട്. പിന്നെ ചെറുപ്രായത്തിലെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അവർക്ക് വലുതായി വരുമ്പോഴും അവർക്ക് അതിൻ്റെ ഒരു ചിട്ടയും അനുസരണയും ഒരു കോൺഫിഡൻസും വർദ്ധിക്കും. മെയിനായിട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ലഹരിയായിട്ട് മറ്റുള്ള ലഹരികളിലേക്ക് പോകാണ്ട് നമ്മളെ
കളരി ഒരു ലഹരിയായിട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പോൾ ENS കളരി എന്ന് പറയുന്നത് നമ്മൾ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നെഹ്റു യുവകേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ മത്സരങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നതും ഓരോരോ ജില്ലയായാലും സ്റ്റേറ്റ് ആയാലും നാഷണൽ ആയാലും ഓൾ ഇന്ത്യ തലത്തിലിപ്പോൾ വലിയൊരു ഗ്രൂപ്പ് തന്നെ നമ്മുടെ ഈ കളരിയുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കളരിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് വാളും പരിച അങ്ങനെയുള്ള ആയുധങ്ങളാണ്. പക്ഷേ കളരി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മെയ്ത്താരി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയ്ത്താരി എന്ന് പറയുന്നത് നമ്മൾ ബോഡി കണ്ടീഷനിങ് എക്സസൈസ് ആണ്. അത് മെയ് വഴക്കം, സ്റ്റാമിന, അതുപോലെ ഫ്ലെക്സിബിലിറ്റി, കോൺസെൻട്രേഷൻ, ഇത് ആദ്യം നമ്മളിത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടാണ് വെപ്പൺസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോൽത്താരി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഘട്ടമാണ്. കോൽത്താരി എന്ന് പറയുമ്പോൾ വുഡൻ വെപ്പൺസ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് കുട്ടികൾക്ക് ആയുധങ്ങളോടുള്ള ആ ഒരു പേടി നമ്മൾ ചെയ്ത് മാറ്റും. വുഡൻ വെപ്പൺസിൽ ചെറുവടി, വലിയ വടി, ഗദ, ഒറ്റക്കോൽ അങ്ങനെ മുതലായ ആയുധങ്ങൾ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞു വരുന്നതാണ് അങ്കത്താരി. വാളും പരിചയം, ഉറുമി, കുന്തം, മറുപിടിച്ച കടാര, കത്തി, മഴു മുതലായ ആയുധങ്ങൾ, ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ ഒരു ട്രെയിനിങ് നമ്മളോട് കൊടുക്കും. എന്ന് വെച്ചാൽ അതിനോടുള്ള ഒരു ഭയം പിള്ളേർക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെറും കൈത്താരിലേക്ക് വരുന്നത്. നമ്മൾ ആരും ആയുധം കൊണ്ട് നടക്കുന്നില്ലല്ലോ, നമ്മളെപ്പോഴും ഫ്രീ ഹാൻഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും ഉപരി ഫ്രീ ഹാൻഡ് ഫൈറ്റിംഗ് ആണ് ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത്. അത് തുടക്കം മുതലേ ചെറുതായിട്ട് ഫ്രീ ഹാൻഡ് ഫൈറ്റിംഗ് നമ്മൾ പഠിപ്പിച്ചു തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു അൾട്ടിമേറ്റിലേക്ക് എത്തുന്ന ഒരു രീതിയാണ്. മർമ്മ ആപ്ലിക്കേഷൻസും അങ്ങനെ വെച്ചിട്ടുള്ള ഒരു അൾട്ടിമേറ്റിലേക്ക് എത്തണം. അതിനാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ മത്സരത്തിന് വെച്ചാൽ ഇപ്പോൾ ഇവർക്ക് ഡിസ്ട്രിക്റ്റ് മുതൽ ഇവരെ സ്പെഷ്യലായിട്ട് ട്രെയിൻ ചെയ്ത് നമ്മൾ ആ ഒരു മത്സരത്തിൽ വിൻ ചെയ്യിക്കാൻ വേണ്ടി മാക്സിമം ട്രെയിൻ പിള്ളേർ അതനുസരിച്ച് എഫോർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ട്രിക്റ്റിൽ വിൻ ചെയ്ത് അവർ സ്റ്റേറ്റിലും മത്സരിച്ച് സ്റ്റേറ്റിലും വിൻ അടിച്ചിട്ടാണ് നാഷണലിലേക്ക് പങ്കെടുക്കാൻ പറ്റുക. നാഷണലിൽ ഏകദേശം ഒരു 100-500 കുട്ടികളോളം ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ കുട്ടികൾ ഇത്രയും വിൻ ചെയ്തെടുത്തത് അവരുടെ ഒരു എഫോർട്ടും പിന്നെ നമ്മൾ കുറച്ച് എഫോർട്ട് എടുത്തതിൻ്റെ ആ ഒരു രണ്ടുപേരുടെയും കൂടി എഫോർട്ടാണ് ഇതിനകത്തൊരു വിജയമായിട്ട് കാണുന്നത്. മെയിനായിട്ട് ENS കളരികളുടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ENS കളരിയിൽ നിന്ന് നെട്ടൂരുണ്ട്, വടുതല, അയ്യപ്പങ്കാവ്, ENS കളരി മേയ്ക്കാട്. അപ്പോൾ എല്ലാ ഇതിൽ നിന്ന് കളരികളിൽ നിന്നുള്ള നമ്മുടെ ENS കളരിയിലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരുന്നത്. അപ്പോൾ അതൊരു സന്തോഷമായിട്ട്. കളരിയിൽ നമുക്ക് ചേരുന്ന പ്രായം 5 വയസ്സിന് മുകളിലേക്കാണ്. 6 വയസ്സ് മുതൽ ആണ് കുട്ടികൾ എടുക്കുന്നത്. 6 വയസ്സിന് മുകളിലേക്ക് ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാൻ പറ്റും. ഇപ്പൊ എല്ലാവരും അഭ്യാസം പഠിക്കാനുള്ള ചിലർ വർക്കൗട്ടിന് വേണ്ടിയിട്ടും വരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് നമ്മളോട് കൊടുക്കുന്നത്. കുട്ടികൾക്കാകുമ്പോൾ കുറച്ചും കൂടി മെയ് അഭ്യാസം കൂട്ടി അവരുടെ മെയ് വഴക്കം ശരിയാക്കി എടുക്കാം. പ്രായമുള്ളവർക്കാണെങ്കിൽ അവർക്കൊരു വർക്കൗട്ട് എന്നുള്ള രീതിക്കുള്ള എക്സസൈസ് അവർക്ക് സെപ്പറേറ്റ് ചെയ്തു കൊടുക്കണം. കരാട്ടേനേക്കാളും കൂടുതൽ ടെക്നിക്സ് കളരിയിലുണ്ട്. ഇപ്പൊ കരാട്ട കഴിഞ്ഞവരും വന്ന് കളരി പഠിക്കുന്നത്. കാരണം അവരുടെ ടെക്നിക്സിന് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് അവർ കളരിയിലേക്ക് വന്നിട്ട് അവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കളരിയിൽ കരാട്ടയിൽ 6 ഡാനും ഇതൊക്കെ എടുത്ത ഹയർ ഡിഗ്രി ഉള്ള ആൾക്കാർ വരെ കളരിയിൽ വന്ന് പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കളരിയിൽ എന്തെങ്കിലും ഉണ്ടോണ്ടാണല്ലോ അവർ ഇത് പഠിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടെക്നിക്സും കാര്യങ്ങളും കൂടുതൽ കളരിയിലായിരിക്കും. അത് നന്നായിട്ട് കളരി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഏത് മാർഷൽ ആർട്സ് പഠിച്ച ആൾക്കാരായിട്ടും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. കാഴ്ചപ്പയറ്റും ഉണ്ട്, നമ്മൾ അംഗമുണ്ട്. കാഴ്ചപ്പയറ്റ് എന്ന് പറയുമ്പോഴാണ് നമ്മളിപ്പോൾ ഡെമോൺസ്ട്രേഷൻ രീതിയിൽ നമ്മൾ ചെയ്യും. മറ്റേത് നമ്മൾ വെട്ടിന് തട എന്ന രീതിക്കാണ്. നമ്മൾ വെട്ടിന് തടം എന്നാൽ വെട്ട് ഏത് ഭാഗത്തോടുന്നാലും നമ്മൾ തടുക്കാൻ വേണം. കാഴ്ചപ്പയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണികൾക്ക് ഒരു കണ്ണിനൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കുന്ന രീതിക്കുള്ള ഫൈറ്റാണ് കാഴ്ചപ്പയറ്റ്. നമ്മൾ അല്ലാത്ത അംഗം എന്ന് പറയുമ്പോൾ അയാൾ നമ്മളെ എങ്ങനെ മുറിവേൽപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു മുറിവ്. അപ്പൊ വെട്ടിന് തട എന്ന രീതിക്കാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. കാഴ്ചപ്പയറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ. ഇപ്പൊ നമ്മളൊരു ഡാൻസ് അത് നമ്മൾ കൊറിയോഗ്രാഫി ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അതിൽ ഇന്ന സ്റ്റെപ്പുകൾ വരുന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് നമ്മളത് കൊറിയോഗ്രാഫി പോലെ ചെയ്യും. ആ സെയിം കൊറിയോഗ്രാഫി പോലെയാണ് നമ്മൾ കാഴ്ചപ്പയറ്റിൽ വന്നത്. പക്ഷെ അംഗം എന്ന് പറയുമ്പോൾ വേറെയാണ്. അത് നമുക്ക് യുക്തിപൂർവ്വം നമ്മൾ ഏത് ഭാഗത്ത് വെട്ടുന്നുള്ളത് നമ്മുടെ, പക്ഷെ അവനത് അറിഞ്ഞ് തടുക്കുക എന്നുള്ളതാണ് പഠിച്ചവന് പറ്റുന്നത്. അപ്പൊ വെട്ടിന് തട എന്നുള്ള രീതിക്ക് തടുത്തോളണം, അല്ലെങ്കിൽ വെട്ടുകൊള്ളാം. കുറുവടി, നീളമുള്ള വടികൾ, കുന്തം, കത്തി, ചുരിക, വാൾ, പരിച, ഉറുമി, ഗദ തുടങ്ങിയവയാണ് കളരിപ്പയറ്റിലെ പ്രധാന ആയുധങ്ങൾ. എന്നിരിക്കലും തികഞ്ഞ ഒരു കളരി അഭ്യാസിക്ക് കയ്യിൽ കിട്ടുന്നതെന്തും ആയുധമാക്കാനും കഴിയും. സ്ത്രീകൾ ഒട്ടേറെ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടുന്ന ഇക്കാലത്ത് അവർക്ക് കരുത്തു പകരാൻ ഉതകുന്ന അഭ്യാസമുറയാണ് കളരിയെന്ന് പരിശീലക നീതു ഷാൻ പറയുന്നു. സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസിൻ്റെ കുറവുകൊണ്ടാണ് ഒരുപാട്
പ്രശ്നങ്ങൾ ഇന്ന് നേരിടുന്നത്. അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത് അതുപോലെ മെൻ്റൽ സ്ട്രെങ്ത്, അപ്പോൾ ഇവ രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ കളരി പഠിക്കാൻ വരുന്നതിലൂടെ ഒരുപാട് പേർക്ക് ഫിസിക്കൽ ഹെൽത്തും അതുപോലെ മെൻ്റൽ സ്ട്രെങ്ത്തും കൂട്ടാനും, അതായത് നമുക്ക് നേരിടുണ്ടാവുന്ന ഏത് ആക്രമണത്തെയും ചെറുക്കാനും ഉള്ളൊരു ധൈര്യം ഇന്നത്തെ സ്ത്രീകൾക്ക് ഉണ്ടാവും. തീർച്ചയാണത്. സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കളരി അഭ്യസിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നത് നീണ്ടകാലത്തെ ആവശ്യമാണ്. കളരി അഭ്യസിക്കുന്ന കുട്ടികൾ മറ്റു മേഖലകളിലും കൂടുതൽ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്നതായി രക്ഷിതാക്കളും ചൂണ്ടിക്കാട്ടുന്നു. നമസ്കാരം, എൻ്റെ പേര് രാകേഷ്. ഞാൻ ഇവിടെ ഒരു ENS കളരിയിലാണ് മക്കൾ പഠിക്കുന്നത്. ഒരു എക്സസൈസിന് വേണ്ടിയിട്ടാണ് ആദ്യം കളരിയിൽ കൊണ്ടുവന്നതെങ്കിലും ഇവിടെ വന്ന് ഇവിടുത്തെ ശാങ്കുരുക്കളും അതേപോലെ നീതുവും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ കോച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ഇവിടെ വന്ന് പഠിക്കാനും ഈ കളരി വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ഒരു എക്സസൈസ് ആയിട്ട് അല്ലാതെ തന്നെ അവരുടെ തന്നെ ഒരു മെയ് വഴക്കത്തിന് വേണ്ടിയിട്ടും അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും അവരുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവും ഈ ഇവിടെ കളരി വന്ന് പഠിക്കുന്നതുകൊണ്ട്. ഇവിടെ വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇവിടുത്തെ കോച്ചിങ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന കുട്ടികളെല്ലാവരും തന്നെ വർഷങ്ങളോളം ഇവിടെ വന്ന് പഠിച്ച് നല്ലൊരു അഭ്യാസിയായി മാറുന്നുണ്ട്. ഏറ്റവും സന്തോഷമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ വർഷം ENS പോയ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ മത്സരിച്ച എല്ലാവർക്കും തന്നെ 3 മെഡലിൽ കൂടുതൽ കിട്ടുകയും ചെയ്തു. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് വന്നത്. അതേപോലെ ENSനാണ് ഓവറോൾ ഈ എറണാകുളം ജില്ലയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രൈസസ് കിട്ടിയതും കേരളം ഓവറോൾ ചാമ്പ്യന്മാരായതും. നമസ്കാരം, എൻ്റെ പേര് സന്തോഷ്. എൻ്റെ മകൻ ശ്രാവൺ ഇവിടെ പഠിക്കുന്നുണ്ട്. കളരിയിൽ അഭ്യാസം തുടങ്ങിയിട്ട് ഒരു 2-3 വർഷമായി. ആക്ച്വലി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് അവനെ കൊണ്ട് ചേർത്തത് തന്നെ ഒരു ബോഡി ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ്. പക്ഷേ ഇത് കളരിയിൽ ചേർന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, പുള്ളിക്ക് പല കാര്യത്തിലും ചേരാനുള്ള താല്പര്യങ്ങൾ കൂടി വർദ്ധിക്കുന്നു. ഓക്കെ, സ്പോർട്സ് ആക്ടിവിറ്റീസിൽ അവന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നു. അതിനുള്ള ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ കുട്ടികൾക്കും ഒരു ഉപകാരമാണെന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. ഓക്കെ, ഈ കളരിയിൽ കിട്ടുന്ന ഈ അഭ്യാസവും ഈ പ്രാക്ടീസും ഈ ഫ്ലെക്സിബിലിറ്റിയും കോൺസെൻട്രേഷനും എല്ലാം അവർക്ക് അവരുടെ എഡ്യൂക്കേഷനിലും അത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും അവർക്ക് ഹെൽപ്പാവും എന്ന് തന്നെയാണ് വിശ്വാസം. അതുകൊണ്ട് എല്ലാ കുട്ടികളും മാക്സിമം, ഇപ്പോൾ ഫുൾ ഡേ ട്രെയിനിങ് ഒന്നുമല്ല, ഇത് 1 or 2 hours ട്രെയിനിങ് ആണ്. അത് മാക്സിമം കുട്ടികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക, ട്രെയിൻ ആവുക. ഓക്കെ, ഇത് അവരുടെ ഫ്യൂച്ചറിലേക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ്. അതുകൊണ്ട് കളരി ഇന്ന ഗ്രൂപ്പുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ള ചിന്തയൊന്നുമില്ല. എല്ലാ ആളുകൾക്കും, നേരത്തെ ആശാൻ പറഞ്ഞ മാതിരി എല്ലാ ഏജ് ഗ്രൂപ്പുകൾക്കും ഇത് ആക്സസബിൾ ആണ്. നമസ്കാരം, ഇത് എൻ്റെ മോനാണ് ആര്യൻ. 4.5 വയസ്സിൽ അത്യാവശ്യം നല്ല ഫാറ്റായിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഡെയിലി ബേസിൽ വരുന്നുണ്ട്. അതായത് പിള്ളേർക്ക് നോർമലി എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ മോൻ എന്ന് പറയുമ്പോൾ ആണെങ്കിലും പിള്ളേരാണെന്നുണ്ടെങ്കിലും ഡെയിലി ബേസിൽ ഒരു മടിയില്ലാതെ വരുന്ന ഒരു കാറ്റഗറിയാണ് പിള്ളേർ. ഇവിടെ ENS കളരിയുടെ ഒരു പ്രത്യേകത അതാണ്. കാരണം വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ മോട്ടിവേറ്റഡ് ആണ്. അതുപോലെ കുട്ടികൾക്ക് മാത്രമല്ല, ലേഡീസിന് ഒരുപാട് ലേഡീസ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ സജസ്റ്റ് ചെയ്യും. ബിക്കോസ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് 1 വർഷമായി. സോ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 6 kg ഇവിടെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. വെയിറ്റ് ഗെയിൻ മാത്രമല്ല, നല്ല മെൻ്റൽ പ്രഷർ ഒക്കെ വളരെ രീതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളുടെ പ്രഷർ, മെൻ്റൽ പ്രഷർ, അതുപോലെ തന്നെ ഹെൽത്ത് വൈസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ആരോഗ്യസ്ഥിതിയിലൊക്കെ വളരെയധികം പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ബേസ് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യും. നല്ലൊരു എക്സസൈസ് ആണ്. ENS കളരി നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ളതാണ്. കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. എല്ലാവർക്കും അടിപൊളിയായിട്ട്. അപ്പോൾ പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത, ENSന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാംസ് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പിള്ളേരെ സഹായിക്കുന്നത്. ഒരുപാട് പ്രോഗ്രാംസ് ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രോത്സാഹനമാണ് അത്, പ്രൈസ് കിട്ടുമ്പോൾ. അപ്പോൾ എൻ്റെ മോനാണെന്നുണ്ടെങ്കിലും പിള്ളേരാണെന്നുണ്ടെങ്കിലും അടുത്ത പ്രോഗ്രാം എപ്പോഴാണ് എന്നുള്ളൊരു ഇത് വെറുതെ പഠിപ്പിക്കണതുകൊണ്ട് മാത്രമായില്ലല്ലോ. അത് പ്രോഗ്രാമിലൂടെ സ്റ്റേറ്റ് ലെവലാണെങ്കിലും നാഷണൽ ലെവലാണെങ്കിലും മാക്സിമം പ്രോഗ്രാംസ് ENS കളരി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക.
ഷെയർ ചെയ്യാം. താങ്ക് യു. മധ്യകാല കേരളത്തിൽ കളരിപ്പയറ്റിന് ഒരു സുവർണ കാലമുണ്ടായിരുന്നു. എന്നാൽ ആധുനിക കാലത്ത് മറ്റു കായിക കലകൾക്കുള്ള പ്രാധാന്യം കളരിപ്പയറ്റിന് ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. 18 അടവുകളും പയറ്റിത്തെളിഞ്ഞ ചേകവന്മാർ ആരോമലുണ്ണിയും തച്ചോളി ഉദയനനും ചന്തുവും ഉണ്ണിയാർച്ചയുമെല്ലാം ഇന്നും മലയാള നാടിന്റെ വീരേതിഹാസങ്ങളാണ്. ഇത്തരത്തിലൊരു വടക്കൻ വീരഗാഥയുടെ ഗൃഹാതുര സ്മരണ ഉണർത്തുന്നത് തന്നെയാണ് മേക്കാടുള്ള ENS കളരി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.